അപ്പോൾ അത് നല്ലതായിട്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പം ഹിതമായിട്ടുള്ള കാര്യം. പിന്നെ മനോഹരമായ വാക്കുകളായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ചില വാക്കുകളായിരിക്കും, പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതായിരിക്കില്ല. അതുകൊണ്ടാണ് ഹിതമായ വാക്കും മനോഹരമായ വാക്കും ദുർലഭമാണ്. ദുർലഭം എന്ന് പറഞ്ഞാൽ കിട്ടാൻ പ്രയാസം, കിട്ടില്ല. ദുർലഭത്തിൻ്റെ വിപരീത ഓപ്പോസിറ്റ് എന്താ? സുലഭം, ധാരാളം ഉണ്ട് എന്ന് കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഹിതത്തിൻ്റെ വിപരീതം ഓപ്പോസിറ്റ് അഹിതം, ദുർലഭം സുലഭം. അപ്പോൾ അതാണ് ആ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിനകത്തുള്ള കാര്യമെന്ന്. അത് അധ്യാപകരും കുട്ടികളുമായി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. പറയുന്നു, കുട്ടി പറയുകയാണ്, ആചാര്യ അദ്യ മമ മാതാ മാം ഏകാം സൂക്തിം പാഠിതവതി സത്യം വദ ധർമ്മം ചര. ആചാര്യനെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ആചാര്യ അദ്യ മീൻസ് നൗ അല്ലെങ്കിൽ ടുഡേ എന്നും അർത്ഥം പറയാം. അദ്യ മമ മാതാ മമ എന്താണ്? മൈ. അത് എന്താണ്? അസ്മത് ശബ്ദത്തിൻ്റെ ഷഷ്ടി ഏകവചനമാണ്. മമ അസ്മത് ശബ്ദസ്യ അസ്മത് ശബ്ദസ്യ ഷഷ്ടി ഏകവചനം. ഷഷ്ടിയുടെ എന്താ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം വരുന്നത്? എൻ്റെ എന്നുള്ള അർത്ഥം അല്ലേ? എൻ്റെ ഉടെ ന ക ഒക്കെയാണ് ഷഷ്ടിക്ക് വരുന്നത്. ബാക്കി രൂപങ്ങൾ എങ്ങനെ വരും? മമ ഏകവചനാണ്. മമ ആവയോഹോ